എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലേ. മിക്ക ആൾക്കാർക്കും ചക്ക കിട്ടാൻ ചാൻസ് കൂടുതലാണ്. വൈനയില കയ്യിലുണ്ടെങ്കിൽ, ചക്കയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഈ കുമ്പിളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. കൂഴച്ചക്കയായിരുന്നേ. മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. വരിക്കച്ചക്കയാണെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചക്ക എടുക്കാവുന്നതാണ്. ഇതിലോട്ട് ആദ്യം 250 ml കപ്പിൽ 2 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അരമുറി തേങ്ങ, വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5-6 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചീകി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാവുന്നതാണ്. കാരണം ചില ചക്കയ്ക്ക് മധുരം കൂടുതലായിരിക്കും, ചിലതിന് മധുരം കുറവായിരിക്കും. അപ്പോൾ ശർക്കരയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ഏലക്കപ്പൊടി, ഞാനൊരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലും ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ കുഴച്ചെടുത്ത് കഴിഞ്ഞപ്പം ചക്കയുടെ അളവ് കൂടുതലാണ്, അതുകൊണ്ട് 1 കപ്പ് ആട്ടയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ അങ്ങ് കുഴച്ചെടുക്കാം. ചക്കയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം കേട്ടോ. അതുകൊണ്ട് ചക്ക അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. കൂഴച്ചക്ക ആയതുകൊണ്ടാണ് കുറച്ച് നനവ് കൂടിപ്പോയത്. വരിക്കച്ചക്കയാണ് ഇത്രയും അട്ടയിട്ട് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. ഈ രീതിയിലാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വഴണയില എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വഴണയില നല്ലതായിട്ട് കഴുകിയെടുക്കുക, എന്നിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് വഴണയില ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ മടക്കിയെടുക്കുക. ഞാനിവിടെ ടൂത്ത് പിക്ക് വെച്ചാണ് ഇതിനെ കുത്തി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈർക്കിലുണ്ടെങ്കിൽ ഈർക്കിൽ വെച്ച് ഇതിനെ കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തു കഴിയുമ്പം ഈ രീതിയിലാണ് വഴണയില കിട്ടുന്നത്. ചക്കയുടെ കൂട്ട് നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്ത് വെക്കാം. ഒത്തിരി അങ്ങ് കുത്തി നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല. മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഇതിനെ നമുക്ക് അടച്ചു കൊടുക്കാം. ഇതിൻ്റെ ഞെടുപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതിൻ്റെ അകത്തോട്ടിങ്ങനെ കയറ്റി മടക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തുകൊണ്ട് വരാം. ഒരെണ്ണം കൂടെ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ. ചക്കയുടെ മിക്സ് എല്ലാം വഴണയിലയിൽ ഞാനിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോട്ടോ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ഇതിനെ ആവി കയറ്റിയെടുക്കുക. നല്ലതായിട്ട് തിളച്ച് ആവി വന്നു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും കുമ്പിളപ്പം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ തുറന്ന് വെച്ച് കുറച്ച് ചൂടാറിയിട്ട് മാത്രം നിങ്ങളിതിനെ പുറത്തെടുത്ത് ഉപയോഗിക്കുക കേട്ടോ. ചക്ക ഇഷ്ടമുള്ള ആൾക്കാർക്കെല്ലാം തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ആ വഴണയിലയുടെ ആ ഒരു ഫ്ലേവറും ചക്കയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ചക്ക കിട്ടാത്തതുകൊണ്ട് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് ചക്ക കിട്ടി കഴിയുമ്പം നമ്മൾ എത്ര കഴിച്ചാലും മതി വരില്ലെന്ന് പറയില്ലേ, അതുപോലെയുള്ള ടേസ്റ്റോട് ഞങ്ങൾക്ക് കഴിക്കാൻ ഇടയായി. അപ്പം നിങ്ങളെല്ലാം ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ തയ്യാറാക്കി നോക്കുക. ഇങ്ങനെ തയ്യാറാക്കാൻ താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കി ചക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.